മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും പ്രമുഖ ധാതു കമ്പനിയായ CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിവരുന്ന അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി കേരള ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഈ സുപ്രധാന വിധി. ഇതോടെ കമ്പനിക്കെതിരെ ED നടത്തുന്ന അന്വേഷണം തടസ്സമില്ലാതെ തുടരും. CMRL എന്ന കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് സേവനങ്ങളൊന്നും നൽകാതെ തന്നെ ലക്ഷക്കണക്കിന് രൂപ മാസപ്പടി ഇനത്തിൽ നൽകിയെന്നതാണ് പ്രധാന ആരോപണം. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 1.72 കോടി രൂപയോളം ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതായാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ പണം നൽകിയ പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടോ എന്നും ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണോ എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ EDയും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും കേസ് അന്വേഷിച്ചു വരികയാണ്. CMRLും അവരുടെ 4 ഉദ്യോഗസ്ഥരും ചേർന്ന് സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയിൽ തങ്ങൾക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ നിയമവിരുദ്ധമാണെന്നും അതിനാൽ ഈ അന്വേഷണം അടിയന്തരമായി റദ്ദാക്കണമെന്നുള്ള ഹർജിക്കാരുടെ വാദങ്ങളെ കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ സുപ്രധാന ഉത്തരവിലൂടെ EDക്ക് തങ്ങളുടെ അന്വേഷണം നിലവിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് CMRL ഉദ്യോഗസ്ഥർ ഏജൻസിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകാനും അന്വേഷണ നടപടികളോട് പൂർണ്ണമായി സഹകരിക്കാനും കോടതി കർശനമായ നിർദ്ദേശം നൽകി. ഇതോടെ നേരത്തെ അന്വേഷണ ഏജൻസികൾ നൽകിയിരുന്ന സമൻസുകൾക്ക് മറുപടി നൽകാനും ഉദ്യോഗസ്ഥർ നിയമപരമായി നിർബന്ധിതരാകുകയും ED അന്വേഷണത്തിന്റെ തുടർച്ചയായി നിയമ നടപടികൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസ് അതീവ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇത് കേവലം ഒരു സാമ്പത്തിക ക്രമക്കേട് എന്നതിലുപരി ഉന്നതതല രാഷ്ട്രീയ ബന്ധങ്ങളും കോർപ്പറേറ്റ് ഫണ്ടിങ്ങും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള നിർണായകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL എന്ന സ്വകാര്യ കമ്പനി വൻതുക മാസപ്പടി ഇനത്തിൽ നൽകിയെന്ന ആരോപണം വലിയൊരു രാഷ്ട്രീയ ചർച്ചയാവുകയും ഇതിന്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നിരന്തരം ഉയർത്തുകയും ചെയ്തിരുന്നു. വിജിലൻസ് കോടതികളും ഹൈക്കോടതിയും ഈ വിഷയത്തിലെ ചില ഹർജികൾ മുൻപ് തള്ളിക്കളഞ്ഞെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത് നിലവിലെ LDF സർക്കാരിനും പിണറായി വിജയന്റെ കുടുംബത്തിനും വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. ഈ കേസ് ഭരണകൂടത്തിന്റെ നയപരമായ തീരുമാനങ്ങളിൽ കോർപ്പറേറ്റ് സ്വാധീനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും വിലയിരുത്തുന്നു. ഇപ്പോൾ ഹൈക്കോടതി കൂടി അന്വേഷണം തടസ്സമില്ലാതെ തുടരാൻ അനുമതി നൽകിയതോടെ ED നടപടികൾ കൂടുതൽ ഊർജിതമാവുകയും ഈ കേസിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന കൂടുതൽ വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളും നിഗൂഢതകളും വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നുള്ള വലിയ പ്രതീക്ഷയും ആശങ്കയുമാണ് രാഷ്ട്രീയ കേരളത്തിൽ നിലനിൽക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഉന്നത ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവരാണ് CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടത്തിവരുന്നത്. ഇതിൽ ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളുടെ യഥാർത്ഥ സ്രോതസ്സും അവയുടെ പിന്നിലെ ലക്ഷ്യങ്ങളും സമഗ്രമായി പരിശോധിക്കുമ്പോൾ കമ്പനി നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നും കോർപ്പറേറ്റ് തലത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ അരങ്ങേറിയിട്ടുണ്ടോ എന്നും പരിശോധിക്കാനാണ് SFIO നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കേസിന്റെ തുടക്കം മുതൽ വലിയ നിയമ പോരാട്ടങ്ങളാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് കമ്പനി അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ സമാനമായ ഹർജി നേരത്തെ തള്ളിക്കളഞ്ഞത് അന്വേഷണ ഏജൻസികൾക്ക് വലിയ കരുത്തായിരുന്നു. എക്സാലോജിക് കമ്പനി നൽകിയ സേവനങ്ങൾ വ്യാജമാണെന്നും യഥാർത്ഥത്തിൽ പണം കൈമാറിയത് സേവനങ്ങൾക്കല്ല മറിച്ച് ഉന്നതതലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വേണ്ടിയാണെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനാൽ അന്വേഷണം നിർത്തിവെക്കുക എന്നത് സാധ്യമല്ലെന്ന നിലപാടാണ് അന്വേഷണ ഏജൻസികളും കോടതികളും സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധി വന്നതോടെ CMRL MD SN ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർ വീണ്ടും EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും. നേരത്തെ ചോദ്യം ചെയ്യലിനിടെ ഉദ്യോഗസ്ഥർ EDയുടെ നടപടിക്കെതിരെ പരാതി ഉന്നയിക്കുകയും ഇന്ററോഗേഷൻ സമയത്തെ CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയിലും ഈ കേസിന്റെ വിധി നിർണായകമായേക്കാം.